കാണാൻ നല്ല ഭംഗിയില്ലേ? വളരെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ ഒന്ന് ചെയ്താലോ? ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇത് ഗ്രോസൻ റിബണിലാണ് ചെയ്തിരിക്കുന്നത്. സാധാ റിബണിലും ചെയ്യാം. 15 സെൻറ്റിമീറ്റർ നീളത്തിലാണ് പിങ്ക് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. മറ്റത് 7 സെൻറ്റിമീറ്ററിൽ. അത് നമ്മൾ എടുക്കുന്ന ഇത് 2 ഇഞ്ചിൻ്റെ റിബൺ ആയതുകൊണ്ടാണ് ആ ഒരു ഇത്. നിങ്ങൾ 1 ഇഞ്ചാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ അതേ കണ്ടല്ലോ, ഈ ഒരൊറ്റ ഫോൾഡിങ് നോക്കുക. അതിനുശേഷം പുറകെ തിരിച്ചിട്ട് എന്താ പറയുക, ആ ഒരു ലെങ്ത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. താഴോട്ട് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവിടെ ഉരുക്കി കൊടുക്കണം. അത് അതിൻ്റെ നൂല് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്ന് അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബോയിലെ രൂപത്തിലേക്ക് മാറ്റുക. ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് ഗ്രോസ് ഗർ റിബണാണെന്ന് പറഞ്ഞ് സാധാ റിബണിൽ ചെയ്യാൻ പറ്റില്ല. സാധാ റിബണിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ റിബൺ തന്നെ പലതരത്തിലുണ്ട്. ഗ്രോസ് ഗർ റിബണുണ്ട്, സാറ്റിൻ റിബണുണ്ട്, പ്രീമിയം സാറ്റിനുണ്ട്, ഡബിൾ സൈഡ് സാറ്റിനുണ്ട്, പല ഇതുണ്ട്. പിന്നെ നോർമൽ സാറ്റിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ പ്രീമിയം സാറ്റിനും ഡബിൾ സൈഡ് സാറ്റിനും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലാണ്. ഡബിൾ സൈഡ് സാറ്റിൻ നല്ല ക്വാളിറ്റിയാണ്, കാണാനും ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ റിബൺ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഡബിൾ സൈഡ് വെച്ച് ചെയ്താലും മതി, നല്ല ഭംഗി ഫിനിഷിങ്ങോടെ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ 2 പോർഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പിങ്ക് 2, ബ്ലൂ 2 ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു, അടുത്ത പോർഷൻ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ പുറകിലേക്ക് സാധാ രീതിയിൽ ഒരു ബോ ചെയ്തെടുക്കുന്നു. അത് ഞാൻ 17 സെൻറ്റിമീറ്ററിൽ, മറ്റേത് 15 ആണ് എടുത്തത്. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടെ നീളത്തിൽ കൂട്ടിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ബോയുടെ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്യും, ഫോൾഡ് ചെയ്തെടുക്കുക. അടുത്തത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സാധാ ബോ ചെയ്തെടുക്കുക. ബോ ചെയ്യുമ്പോൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നതിനേക്കാളും സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ മറ്റുള്ളത്. നെറ്റ് വെച്ചിട്ടുള്ള ബോ ചെയ്യുമ്പോഴോ നമ്മുടെ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ബോ ചെയ്യുമ്പോഴോ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കും, കൈ വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. പക്ഷേ റിബൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും, അതിന് കോർത്തെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ സെൻറ്ററിലേക്ക് ടൈ ചെയ്യുക. അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ആ ഒരു പ്ലേറ്റൊക്കെ കറക്റ്റ് നല്ല ചുരുക്കോടെ കിട്ടും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോയ്ക്ക് അതിൻ്റേതായ ഒരു ഭംഗി കൊടുക്കുന്നത്. അത് ബ്ലൂ പിങ്ക് ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് നിൽക്കും എപ്പോഴും. അടുത്ത് സെൻറ്റർ കവർ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തു 2 സൈഡ് ഉരുക്കുക. ഇതിനൊരു 3ആയിട്ട് ഫോൾഡ് ചെയ്യുക. 2 ഇതുള്ളത് കൊണ്ടാണ് 3ആയിട്ട് ഫോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ വെച്ചു. ഇനി അതിനെ ജസ്റ്റ് ഇപ്പം നമ്മൾ 1 ഇഞ്ചിൻ്റെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് 3ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം 2 എഡ്ജും ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. പിന്നെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയാൽ മതി. എന്നിട്ട് സെൻറ്റർ കവർ ചെയ്തെടുക്കുക. ഇതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ബോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പാച്ചസ് ഇതൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത്. ജസ്റ്റ് ഇത് കവർ ചെയ്യുക. സെൻറ്റർ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ സെൻറ്റർ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് എന്ത് അറ്റാച്ച്മെൻറ്റ് വേണമെങ്കിലും കൊടുക്കാം. പാച്ചസ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ മിക്കി മൗസിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും മിക്കി മൗസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ കളർ മാറ്റി ചെയ്താൽ മതി, വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ഒട്ടിച്ച് ബാലൻസ് കട്ട് ചെയ്തിട്ട് ഒന്ന് അവിടെ ഉരുക്കി ചേർത്ത് വെക്കണം, കാരണം അല്ലെങ്കിൽ ഇളകി വരും. ഇതുപോലെ ഒന്ന് ഉരുക്കും. ഇതൊക്കെ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങിനാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇനി പുറകിലേക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്യുക, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ഫെൽറ്റ് ഷീറ്റ് എല്ലാം എന്താ പറയുക, ബ്ലാക്ക് ആണ് കൂടുതൽ നല്ലത്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്യുക, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പുറകിലേക്ക് വെച്ച് പേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അവിടെ എല്ലാം നമ്മളവിടെ ഒട്ടിച്ചില്ലേ, അതെല്ലാം അങ്ങ് കവറായി നല്ല നീറ്റായിട്ടിരിക്കും. ഇനി എന്നിട്ട് പുറകിലേക്ക് ഒരു അലിഗേറ്റർ ക്ലിപ്പ്, സിമ്പിളായിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. ഈ ഗ്രോസ് ഗൺ റിബണിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടല്ലോ. ഇനി സെൻറ്ററിലേക്ക് ഒരു പാച്ചസും കൊടുത്തു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.